ആദ്യ 2 സിനിമകളും ഓരോ സിംബിയോട്ട് വില്ലന്മാരെ വീതമാണ് വെനം നേരിട്ടതെങ്കിലും മൂന്നാമത്തെ അവസാനത്തെ സിനിമയായ ലാസ്റ്റ് ഡാൻസ് വരുമ്പോൾ വെനം നേരിടാൻ പോകുന്ന ഒന്നിലധികം സിംബിയോട്ട്സ് ഉള്ള ഒരു ടീമിനെയാണ്. ഇതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ക്ലൂസും വിഷ്വൽസും ഒക്കെ നമുക്ക് ട്രെയിലറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷമുള്ള സിനിമകൾ വരാനിരിക്കുന്ന അതിലും വലിയൊരു ത്രെറ്റാണ്, താനോസിൻ്റെ ലെവലിലുള്ള സോണി യൂണിവേഴ്സിലെ ത്രെറ്റ്. അപ്പോൾ ഇതിനെല്ലാം കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ദ വോൾട്ട് എന്നൊരു പ്രസിഡന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വെനം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായ ഹ്യൂ ടൈലറിനെ കൊല്ലുന്നു. ഹ്യൂവിൻ്റെ അച്ഛൻ ഓർവൽ ടൈലർ വെനമിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവഞ്ച്വലി വെനമിനെ ദ ജൂറി എന്ന ഫോഴ്സിന്റെ സഹായത്തോടെ ഓർവൽ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ വെനമിനെ ലൈഫ് ഫൗണ്ടേഷൻ രക്ഷിക്കുന്നു. വെനം 1 സിനിമയിൽ നമ്മൾ കണ്ട അതേ കോർപ്പറേറ്റ് ആണിവർ. എന്നാൽ ഇവർ വെനമിനെ രക്ഷിച്ചത് മറ്റൊരു ഉദ്ദേശത്തിനായിരുന്നു. വരാനിരിക്കുന്ന അപ്പോക്കലിപ്സിൽ സൊസൈറ്റിയിലെ റിച്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സിംബിയോ ടീമിനെ ഉണ്ടാക്കാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ വെനമിൻ്റെ ഒരു സാമ്പിൾ പോർഷൻ എടുത്ത് ക്ലോൺ ചെയ്ത് 5 സിംബിയോട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സിംബിയോട്സ് ആണ് അഗണി, ഫേജ്, ലാഷർ, സ്ക്രീം, റയോട്ട്. ഇനി ഓരോ സിംബിയോട്സിനെ പറ്റി ഡീറ്റെയിൽഡായി പറയാം. അഗണി പർപ്പിൾ നിറത്തിലുള്ള ഈ സിംബിയോട്ടിന്റെ ഹോസ്റ്റ് ലൈഫ് ഫൗണ്ടേഷൻ ലെസ്ലി ഗസ്നേറി എന്ന മേഴ്സണറി ആണ്. ക്ലോസ്, 4 ആംസിലുള്ള ബ്ലേഡ്, ഫാങ്സ്, പിന്നെ അത്യാവശ്യം ലോങ് ആയ പ്രിഹെൻസിൽ ഹെയർസ് ഒക്കെയാണ് അഗണിയുടെ ഫീച്ചേഴ്സ്. ഫേജ് ഓറഞ്ച് മഞ്ഞ മിക്സഡ് നിറത്തിലുള്ള ഈ സിംബിയോട്ടിന്റെ ഹോസ്റ്റ് കാൾമാർക്ക് എന്ന ലൈഫ് ഫൗണ്ടേഷനിലെ സെക്യൂരിറ്റി ഓഫീസറാണ്. ഫാങ്സ്, ക്ലോസ് കൂടാതെ ബൂട്ട് ലൈക്ക് ഫീറ്റിന് പകരം 2 വിസിബിൾ ടോസും ഉണ്ട്. ബോഡി മാനിപ്പുലേറ്റ് ചെയ്ത് വേരിയസ് ഫോം ആകാനും ഫേജിന് സാധിക്കും. അതായത് ഷോൾഡേഴ്സ്, ലെഗ്സ്, ആംസ്, ഹാൻഡ്സിലൊക്കെ ഒരുപാട് ബ്ലേഡ്സ്, അതും സോളിഡ് ആയി തന്നെ ഉണ്ടാക്കാൻ ഫേജിന് സാധിക്കും. ലാഷർ പച്ചയും ചുവപ്പും നിറങ്ങൾ ചേർന്ന ഈ സിംബിയോട്ടിന് ടെൻഡക്കിൾസ് പോലുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു യൂണീക്നെസ് ആണ്. ഫേജിന്റെ മിക്ക ഫീച്ചേഴ്സ് തന്നെയാണ് ലാഷറിനും ഉള്ളത്. ഫേജിനെ പോലെ തന്നെ ലൈഫിലൊരു സെക്യൂരിറ്റി ഓഫീസറാണ് ലാഷറിന്റെയും ഹോസ്റ്റ് റാമൺ ഹെർണാണ്ടസ്. സ്ക്രീം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാതർപ്പിക്കുന്ന അലർച്ച ഈ ക്യാരക്ടറിന്റെ വലിയൊരു പവറാണ്. ലൈഫ് ഫൗണ്ടേഷനിലെ മെർസനറിയായ ഡോണ ഡിയേഗോ ആണ് സ്ക്രീമിന്റെ ആദ്യ ഹോസ്റ്റ്. ഓൾറെഡി മെന്റൽ ഇഷ്യൂസ് ഉള്ള ഡോണ ഹോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം വയലന്റും അൺപ്രഡിക്റ്റബിളുമായ ഒരു ക്യാരക്ടറാണ് സ്ക്രീം. മറ്റ് സിംബിയോട്സിൽ നിന്നും വ്യത്യസ്തമായി മുടി പോലെ കിടക്കുന്ന പോർഷൻ കൊണ്ടും അറ്റാക്ക് ചെയ്യാൻ സ്ക്രീമിന് കഴിയും. ഇൻസോംനിയ ഗെയിംസിൽ മേരി ജെയിൻ ആയിരുന്നു സ്ക്രീമിന്റെ ഹോസ്റ്റ്. ആക്ട്രസ് ജൂണോ ടെമ്പിൾ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറാകും സ്ക്രീം ആകുന്നൊരു ഫാൻ തിയറി ഉണ്ട്. റയോട്ട് വെനം ആദ്യ സിനിമയിൽ നമ്മൾ കണ്ട വില്ലൻ ക്യാരക്ടറാണ് റയോട്ട്. ട്രെവർ കോൾ എന്ന ലൈഫിലെ സെക്യൂരിറ്റി ഗാർഡാണ് റയോട്ടിന്റെ കോമിക്സിലെ ഹോസ്റ്റ്. ഫാങ്സ്, ക്ലോസ് ഒക്കെയുള്ള റയോട്ടിന് തന്റെ കൈകൾ പല വെപ്പൺസായി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ആദ്യ സിനിമയിൽ വെനമിന്റെ പ്ലാന്റിൽ നിന്ന് തന്നെ വരുന്ന ക്യാരക്ടറെ കാണിച്ചതിനാൽ ഈ സിനിമയിൽ റയോട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതിന് പകരം കോമിക്സിലെ മറ്റൊരു സിംബിയോട്ടാകും ഈ ടീമിൽ വരിക, ടോക്സിൻ. കഴിഞ്ഞ സിനിമയിൽ സ്റ്റീഫൻ ഗ്രാമിന്റെ പാട്രിക് മുള്ളിഗൻ എന്ന ക്യാരക്ടറിനെ കാർണേജിന്റെ ഓഫ്സ്പ്രിംഗ് ആയ ഒരു സിംബിയോട്ട് അഫക്ട് ചെയ്യുന്നതും അയാളുടെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങുന്നതും നമ്മൾ കണ്ടിരുന്നു. ഈ സിംബിയോട്ടാണ് ടോക്സിൻ. കോമിക്സിലും ഇതേ കഥാപാത്രം ടോക്സിന്റെ ഹോസ്റ്റ് ആകുന്നുണ്ട്. വെനമിന്റെ ഓഫ്സ്പ്രിംഗ് ആണ് കാർണേജ്, കാർണേജിന്റെ ഓഫ്സ്പ്രിംഗ് ആണ് ടോക്സിൻ. സോ ടെക്നിക്കലി വെനമിന്റെ കൊച്ചുമകൻ എന്ന് വേണമെങ്കിൽ ടോക്സിനെ വിളിക്കാം. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വെനമിന്റെയും കാർണേജിന്റെയും പല എബിലിറ്റീസും ടോക്സിനുണ്ട്. ഇത് ഈ ക്യാരക്ടറിനെ കൂടുതൽ പവർഫുൾ ആക്കുന്നു. എന്നാൽ ഹോസ്റ്റായ മുള്ളിഗൻ നല്ലൊരു പോലീസ് ഓഫീസർ ആയതിനാൽ കോമിക്സിൽ സ്പൈഡർമാനെ അടക്കം ടോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ സിനിമയിലും ആദ്യം വില്ലനായി വരുമെങ്കിലും അവസാനം വെനമിന്റെ കൂടെ ടോക്സിൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കോമിക്സിൽ സിംബിയോ ടീമിനെ ഇവഞ്ച്വലി തടവിലാക്കിയെങ്കിലും അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട്, അതായത് മെർജായി ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ഫോം ആവുന്നുണ്ട്. സ്ക്രീം ഒഴികെയുള്ള ബാക്കി സിംബിയോട്സ് ആണ് ഹൈബ്രിഡ് ആവുന്നത്. ഇക്കൂട്ടത്തിൽ ടോക്സിൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൈബ്രിഡിനെക്കാട്ടിൽ ഈ സിനിമയിൽ വരാൻ സാധ്യതയുള്ളത് മറ്റൊരു മെർജർ ഫോമായിട്ടുള്ള മാഡ്നസ് ആണ്. മാഡ്നസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീമും ടോക്സിനും അടക്കം എല്ലാ സിംബിയോട്സും ഒരുമിച്ച് ചേർന്ന് മെർജ് ആവുന്നുണ്ട്. സോ സിനിമയുടെ അവസാനം ഒരുപക്ഷെ വെനമിനെ തോപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മെർജ്ഡ് ഫോമും കാണാൻ സാധിച്ചേക്കാം. ഇതുകൂടാതെ ട്രെയിലറിൽ കാണിക്കുന്ന ദിനോസറൊക്കെ പോലിരിക്കുന്ന സിംബിയോട്ട് മോൺസ്റ്റർ ഓൾഡ് മാൻ ലോഗൻ കോമിക്സിൽ വരുന്ന വെനം റെക്സ് ആണെന്ന് റൂമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ സിംബിയോട്സ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു ക്രിയേച്ചർ ആകും. ഒരുപാട് ഉൽക്കകൾ ഭൂമിയിലേക്ക് വരുന്ന സീൻ ട്രെയിലർ നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ സിംബിയോട്ടുകൾക്കും അപ്പുറമുള്ള ഒരു വലിയ ത്രെറ്റ് ഭാവിയിൽ വരാനിരിക്കുന്നു. സിംബിയോട്ടുകളുടെ ദൈവം നൾ ദ സിംബിയോട്ട് ഗോഡ്. വെനമിന്റെ അവസാന സിനിമയാണ് ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നൾ വരിക മറ്റൊരു സിനിമയിലാകാം, അമേസിംഗ് സ്പൈഡർമാൻ 3. നള്ളിനെ പറ്റിയും ഫ്യൂച്ചർ ഓഫ് സോണിവേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽഡായി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ കൂടുതൽ മാർവൽ, DC, കോമിക്, ആനിമെ, ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസിനായി കൊമിക് മന്ത്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.